الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. إن الذين يشترون بعهد الله وأيمانهم ثمنا قليلا أولئك لا خلاق لهم في الآخرة ولا يكلمهم الله ولا ينظر إليهم يوم القيامة ولا يزكيهم ولهم عذاب أليم. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സർവശക്തനായ റബ്ബിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കഴിയുന്നത്ര സൂക്ഷ്മതയോടുകൂടെ ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം
അവൻ്റെ വിലപ്പെട്ട സമ്പാദ്യങ്ങളിൽ ഏറ്റവും വിലപ്പെട്ട സമ്പാദ്യം നല്ല സ്വഭാവമാണ്. ഒരു മനുഷ്യനിലേക്ക് അടുക്കാൻ പറ്റാത്ത സ്വഭാവമാണ് ആ മനുഷ്യനിൽ ഉള്ളതെങ്കിൽ അവൻ്റെ സമ്പാദ്യവും അവൻ്റെ അധികാരവും അവൻ്റെ ജീവിതവും എല്ലാം ഒട്ടും ഉപകരിക്കാൻ പറ്റാത്ത വസ്തുക്കളായിട്ട് മാറും. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങളിൽ ഉത്കൃഷ്ടരായ ആളുകൾ നിങ്ങളിൽ സൽസ്വഭാവമുള്ള ആളുകളാകുന്നു എന്നതാണ്. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സ്വഭാവം പഠിക്കേണ്ടത് വീട്ടിൽ നിന്നാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ എല്ലാ നന്മകളുടെയും പാഠശാല വീടാണ്. പണ്ട് പറയാറുണ്ട്, parents are the first teachers and teachers are the second parents എന്നൊരു ചൊല്ല് പറയാറുണ്ട്. രക്ഷിതാക്കളാണ് ആദ്യത്തെ അധ്യാപകർ, അധ്യാപകർ വിദ്യാർത്ഥികളുടെ രണ്ടാം രക്ഷിതാക്കൾ. അപ്പൊ ഒരു വലിയ റോളുണ്ട് നമുക്ക്. നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ മക്കളോട്, ഇണയോട്, മറ്റാരെങ്കിലും നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ അവരോടെല്ലാം ഈ വിഷയത്തിൽ ഒരു ബാധ്യതയുണ്ട് നമുക്ക്. ആ ബാധ്യത നിർവഹിച്ചിട്ടില്ല എങ്കിൽ നാളെ പരലോകത്ത് സംഭവിക്കാവുന്ന വിഷയത്തെ സംബന്ധിച്ചാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നോക്കൂ നിങ്ങൾ, ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കണമെന്നാണ് ഖുർആൻ പറയുന്നത്. ഒരു മനുഷ്യന്റെ വർത്തമാനം എങ്ങനെയാകണം, ഒരു മനുഷ്യന്റെ ജീവിതം എങ്ങനെയാകണം, അവന്റെ നടത്തവും ഇരുത്തവും നോട്ടവും എല്ലാം ഏത് രൂപത്തിലായിരിക്കണം. വളരെ നല്ല രീതിയിൽ പരിശുദ്ധ ഖുർആൻ മാനവതയോട് സംസാരിക്കുകയാണ്. ഖുർആൻ പറയുന്ന രീതിയിലല്ല മനുഷ്യൻ അത് സ്വീകരിക്കുന്നത് എങ്കിൽ നാളെ പരലോകത്ത് സംഭവിക്കാൻ പോകുന്ന വിഷയത്തെ സംബന്ധിച്ചാണ് ഖുർആൻ പറയുന്നത്. ഖുർആൻ പറഞ്ഞത്, ഇന്നല്ലദീന യശ്തറൂന ബിഅഹ്ദില്ലാഹി വഅയ്മാനിഹിം സമനൻ ഖലീല. അല്ലാഹുവിനോടുള്ള കരാറും സ്വന്തം ശപഥങ്ങളും തുച്ഛമായ വിലക്ക് വിൽക്കുന്നവരാരോ അവർക്ക് പരലോകത്തിൽ യാതൊരു ഓഹരിയുമില്ല എന്നതാണ്. എന്ന് പറഞ്ഞാൽ ദുനിയാവിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ കരാറുകളെ, അള്ളാഹുവിന്റെ കൽപ്പനകളെ മാറ്റി നിർത്തുന്നവരാരോ, ഒഴിവാക്കി നിർത്തുന്നവരാരോ അവരെ സംബന്ധിച്ച് നാളെ പരലോകത്ത് ഒരു നല്ല മനുഷ്യന് കിട്ടുന്ന ഒരു ഓഹരിയും കിട്ടുകയില്ല, കഴിഞ്ഞില്ല. വലാ യുകല്ലിമുഹുമുല്ലാഹു വലാ യൻദുറു ഇലൈഹിം യൗമൽ ഖിയാമ. ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അല്ലാഹു അവരോട് സംസാരിക്കുകയോ അവരുടെ നേർക്ക് നോക്കുകയോ ചെയ്യുകയില്ല. വലാ യുകല്ലിമുഹുമുല്ലാഹു വലാ യൻദുറു ഇലൈഹിം യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ അല്ലാഹുവിന്റെ നോട്ടം അവർക്ക് ലഭ്യമല്ല, അല്ലാഹു അവരോട് സംസാരിക്കുകയുമില്ല. ഖുർആൻ പറയാണ്.
ആരെ സംബന്ധിച്ചാ പറഞ്ഞത്? ദുന്യാവിൽ നല്ല സ്വഭാവത്തോടുകൂടെ ജീവിക്കാത്തവർ, പിതാവിനോട് മോശമായി പെരുമാറിയവർ, മാതാവിനോട് മോശമായി പെരുമാറിയവർ, തന്നെ വിശ്വസിച്ചുകൊണ്ട് ഏൽപ്പിച്ച തന്റെ ഇണയോട് മോശമായി പെരുമാറിയവർ, തന്റെ മക്കളോട് നീതി പാലിക്കാത്തവർ, അങ്ങനെയുള്ളവരോട് നാളെ ഖിയാമത്ത് നാളിൽ അല്ലാഹു അവരോട് സംസാരിക്കുന്നതല്ല, അല്ലാഹു അവരെ നോക്കുന്നതുമല്ല. അങ്ങനെ സംഭവിച്ചാൽ അവർ നരകത്തിന്റെ അവകാശികളാണ്. അതാ ഖുർആൻ പറഞ്ഞത്. മാത്രമല്ല അല്ലാഹു പറയാൻ വലാ യുസക്കീഹിം വലഹും അദാബുൻ അലീം. അവർക്ക് വിശുദ്ധി നൽകുന്നതല്ല, മാത്രമല്ല അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്, അസഹ്യമായ ശിക്ഷയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നന്നായിട്ട് പെരുമാറാൻ പഠിക്കണം. ഒരുപാട് മേഖല ഖുർആൻ പറയുന്നുണ്ട്. അതിലൊന്ന് നീതി നിർവഹിക്കാൻ, കുടുംബത്ത് നീതി നിർവഹിക്കാൻ നമുക്ക് കഴിയണം. പ്രിയമുള്ളവരെ. പലപ്പോഴും നീതിക്ക് വേണ്ടി വാദിക്കുന്നവരാണ് നമ്മൾ, അങ്ങാടികളിൽ സമരം ചെയ്യുന്നവരാണ് നമ്മൾ. പക്ഷേ അങ്ങനെ സമരം ചെയ്യുന്നവരും വാദിക്കുന്നവരും മുദ്രാവാക്യം വിളിക്കുന്നവരും തന്റെ കുടുംബത്തിൽ നീതി പാലിച്ചിട്ടുണ്ടോ, നീതി പാലിക്കുന്നവരാണോ എന്ന് നമ്മൾ ആലോചിക്കണം. നമ്മുടെ കുടുംബത്തിലാണ് അത് വേണ്ടത്. നമ്മുടെ കുടുംബത്തിൽ ആ നീതി വാർത്തെടുക്കുക എന്നത് ഇസ്ലാമിന്റെ ലക്ഷ്യമാണ്. കുടുംബം വല്ലാത്ത ഒരു അമാനത്താണ്. ആ അമാനത്ത് ഏറ്റെടുത്ത് നടത്താൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നുഅ്മാൻ ഇബ്നു ബഷീറിന്റെ പിതാവ് വരികയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, നബിയേ, നുഅ്മാൻ ഇബ്നു ബഷീറിന്റെ പിതാവ് പറയാണ്, നബിയേ, ഞാൻ ആടിനെ കൊടുത്തു നബിയെ, ഇന്നാലിന്റെ കുട്ടിക്ക് ആടിനെ കൊടുത്തു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എല്ലാവർക്കും കൊടുത്തു ആടിനെ? നുഅ്മാൻ ഇബ്നു ബഷീറിന്റെ പിതാവ് പറഞ്ഞു, ഇല്ല, കൊടുത്തിട്ടില്ല. എങ്കിൽ ആർക്കാണോ ആടിനെ കൊടുത്തത് അവരിൽ നിന്ന് തിരിച്ചു മേടിക്കുക. അല്ലാഹുവിന്റെ റസൂൽ നീതി പഠിപ്പിക്കുകയാണ്. ഇഷ്ടമുള്ള കുട്ടിക്കല്ല കൊടുക്കേണ്ടത്, കൊടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും കൊടുക്കണം, അല്ലെങ്കിൽ കൊടുക്കരുതെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാകണം. ഒരു കുട്ടിയോട് പ്രത്യേക സ്നേഹം, മറ്റേ കുട്ടിയോട് ഒരല്പം കുറവ് അല്ലെ? ചില കുട്ടികൾ പറയാറുണ്ട് വീട്ടില്, നമ്മളത് തമാശയായിട്ടെടുക്കും, എൻ്റെ ഉപ്പാക്ക് എൻ്റെ ഇക്കാക്കാനോടാണ് സ്നേഹം, എൻ്റെ ഉണ്ണിയോടാണ് സ്നേഹം, എൻ്റെ ഉമ്മാക്ക് എൻ്റെ ഇക്കാക്കാനോടാണ് സ്നേഹം. അങ്ങനെ പറയുന്ന ഒരു കുഞ്ഞ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അതൊരു മുറിവിന്റെ വർത്തമാനമാണ്, സങ്കടത്തിന്റെ വർത്തമാനമാണ്, അതൊരു അനീതിയുടെ വർത്തമാനമാണ്. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. രണ്ടിനെയും ചേർത്ത് വെക്കണം, രണ്ടിനെയും ചേർത്ത് പിടിക്കണം. ഒരാൾക്ക് മാത്രമല്ല മുത്തം കൊടുക്കേണ്ടത്, രണ്ടുപേർക്കും മുത്തം കൊടുക്കണം. ഒരാൾക്ക് മാത്രമല്ല മിഠായി കൊടുക്കേണ്ടത്, രണ്ടുപേർക്കും മിഠായി കൊടുക്കണം. അഥവാ എന്തൊന്ന് ചെയ്യുന്നുവോ അതെല്ലാം നീതിയോടുകൂടെ ചെയ്യണം. അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നീതിയുടെ മതമാണ് ഇസ്ലാം, എല്ലാ നിലക്കും എല്ലായിടക്കും. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ലില്ലാഹി ശുഹദാഅ ബിൽ ഖിസ്ത് വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലൂ യഅദിലൂ ഹുവ അഖ്റബു ലിത്തഖ്വാ വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ.
യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ടാണ് പറയുന്നത്. വിശ്വാസികളിൽ ഉണ്ടായിരിക്കേണ്ട വിഷയത്തെ കുറിച്ചാണ് പറയുന്നത്. കൂനൂ ഖവ്വാമീന ലില്ലാഹി, നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി നിലകൊള്ളുന്നവരും നീതിക്ക് സാക്ഷ്യം വഹിക്കുന്നവരുമായിരിക്കണം. കൂനൂ ഖവ്വാമീന ലില്ലാഹി ശുഹദാ ബിൽ ഖിസ്ത് വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു. ഒരു ജനതയോടുള്ള അമർഷം നീതി പാലിക്കാതിരിക്കാൻ നിങ്ങൾക്ക് പ്രേരകമാകരുത്. ഇസ്ലാം പറയാൻ, ഒരു സമൂഹത്തോടുള്ള അമർഷം നീതി പാലിക്കാതിരിക്കാൻ കാരണമാകരുത്. നീതി പാലിക്കുക തന്നെ വേണം. നമ്മുടെ ഇണയോട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇണയുടെ കുടുംബത്തോട് നീതി പാലിക്കാതിരിക്കരുത്. അവരുടെ ഭാഗത്ത് നീതിയുണ്ടെങ്കിൽ അവരോട് കൂടെ നിൽക്കണം. അയൽവാസിയുടെ ഭാഗത്ത് നീതിയുണ്ടെങ്കിൽ അവരോട് കൂടെ നിൽക്കണം. ആരുടെ ഭാഗത്താണോ നീതിയുള്ളത്, നീതിയുള്ളവന്റെ കൂടെ ധൈര്യസമേതം കൂടെ നിൽക്കാൻ കഴിയണം. അത് സത്യവിശ്വാസിയുടെ സ്വഭാവമാണ്. അതാണ് ഖുർആൻ പറഞ്ഞത്. മാത്രമല്ല, നിങ്ങൾ നീതി പാലിക്കണം. യഅദിലു, എടുത്തു പറയുന്നു, യഅദിലു, കുടുംബത്തോട്, മക്കളോട്, അയൽവാസിയോട് ഏതൊരു വിഷയത്തിലും ഇടപെടുമ്പോ രണ്ടു ഭാഗങ്ങളും കേട്ട് ഏതു ഭാഗത്താണ് നീതി തോന്നുന്നത്, എവിടെയാണ് നീതിയുള്ളത്, ആ നീതിയാണ് പാലിക്കേണ്ടത്. ഹുവ അഖ്റബു ലിത്തഖ്വാ വത്തഖുല്ലാഹ് ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. അങ്ങനെ നീതി പാലിക്കുക എന്നതാണ് ധർമ്മനിഷ്ഠയോട് ഏറ്റവും അടുത്തത്. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ, തീർച്ചയായും നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി അല്ലാഹു സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. നേരത്തെ പറഞ്ഞല്ലോ, വീടാണ് നമ്മുടെ ആ ഒരു നല്ല സ്വഭാവത്തിന്റെ വിദ്യാലയം. അപ്പൊ അതുകൊണ്ട് അവിടെ ഒരു വിഷയം നടക്കുമ്പോൾ കേൾക്കണം. പരാതി പറയുന്നവരെയും ആരെക്കുറിച്ച് പരാതി പറഞ്ഞു അവരെയും കേൾക്കണം. രണ്ടാളെയും കേൾക്കണം. അത് രണ്ടു മക്കളാകാം. കഴിഞ്ഞ ഞായറാഴ്ച ഒരു അനുഭവം ഉണ്ടായി. ഒരു സ്ഥാപനത്തിലേക്ക് കയറി ചെല്ലാൻ ഒരു കുട്ടി മറ്റൊരു കുട്ടിയെ, ആ കുട്ടിയുമായി ചെറിയ തർക്കമുണ്ടാകുന്നത് രക്ഷിതാവ് നേർക്കുനേരക്കാണ്. അപ്പൊ ആ രക്ഷിതാവ് ആ കുട്ടിയോട് ചോദിച്ചു, എന്തിനാണ് തർക്കം കൂടുന്നത് ചോദിച്ചപ്പോ കുട്ടി മിണ്ടുന്നില്ല. അപ്പൊ രക്ഷിതാവിന് പ്രയാസം തോന്നി. അപ്പോഴാണ് ആ കുട്ടിയുടെ പാരന്റ്, അതേ സ്ഥാപനത്തിൽ പഠിപ്പിക്കുന്ന ടീച്ചറാണ് ഇറങ്ങി വരുന്നത്. കുട്ടി മിണ്ടാത്തത് പാരന്റിനെ പേടിച്ചാണ്. ആ രക്ഷിതാവ് വന്ന് കാര്യം അന്വേഷിച്ച് ആ പാരന്റിനോട് മാപ്പ് പറഞ്ഞ് അവരെ വിട്ടു. ഈ സമയത്താണ് ഞാൻ കയറി ചെല്ലുന്നത്. കുട്ടി കരയാണ്, അവൻ നന്നായി വിറക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു, എന്താ പ്രശ്നം? അവനെ എനിക്കറിയാം, ഞാൻ മുന്നേ അവനെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്പനേരം അവനോടൊന്ന് സംസാരിച്ച് അവന്റെ രണ്ട് തോളിലും ഒന്ന് തട്ടി അവന്റെ മുഖം ഒന്ന് കഴുകാൻ പറഞ്ഞ് അവനെ ഒന്ന് ചേർത്ത് പിടിച്ച് ഞാൻ അതിനുശേഷം മുകളിലേക്ക് അവിടെയുള്ള ആളുകളുമായി സംസാരിക്കാൻ വേണ്ടി പോയി. അവിടുന്ന് 2-ന്റെ അന്ന് ആ കുട്ടിയുടെ പേരന്റായ ടീച്ചർ വിട്ട ഒരു മെസ്സേജ് ഇന്നും എൻ്റെ മൊബൈലിലുണ്ട്. എന്താ അവിടെ സംഭവിച്ചത്? ചെറിയൊരു അന്വേഷണം, ചെറിയൊരു ചേർത്ത് പിടിക്കൽ. അപ്പോ വീട്ടിൽ ചെന്ന് ആ കുട്ടി പറഞ്ഞത്, എന്നെ ക്ലാസ്സിൽ വെച്ച് എന്നെ അടിച്ചു, തിരിച്ചടിക്കാൻ എനിക്ക് ക്ലാസ്സിൽ ടീച്ചർ ഉള്ളത് കൊണ്ട് പറ്റിയില്ല, അതുകൊണ്ട് പുറത്തു വെച്ച് തിരിച്ചു കൊടുത്തു. അപ്പൊ ഞാൻ അതിന് മറുപടി കൊടുത്തത്, ഇനി നമുക്ക് രണ്ടുപേരെയും വിളിച്ച വിഷയത്തിന് പരിഹാരം കാണാം. ആ പ്രശ്നം അവിടെ അവസാനിക്കുകയാണ്. അതേസമയം കുറ്റപ്പെടുത്തിയാലോ, ചീത്ത പറഞ്ഞാലോ, ദേഷ്യപ്പെട്ടാലോ, അവിടെ ഒരു ദേഷ്യപ്പെടൽ നടന്നു. ആ കുട്ടിയുടെ പേരന്റ് അവിടെ ദേഷ്യപ്പെട്ടു. എന്നിട്ടാണ് കുട്ടി വീട്ടിൽ പോയി പറഞ്ഞ് ആ കുട്ടിക്ക് ആശ്വാസമായതിന്റെ പേരിൽ ആ തിരിച്ചൊരു മെസ്സേജ് വിടുന്നത്.
ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് അങ്ങനെ പെരുമാറാൻ കഴിയണം നമ്മുടെ മക്കളോട്, കുടുംബത്തിനോട്. പ്രശ്നങ്ങളെ കേൾക്കാനും പ്രശ്നത്തിന് പരിഹാരം പറയാൻ, അതാ പറഞ്ഞത്, മാന്യമായ ഇടപെടൽ, നല്ല ഇടപെടൽ, നല്ല സംസാരം. അതാർക്ക് കിട്ടുക? മുസ്ലിങ്ങൾക്ക് കിട്ടുള്ളൂ, സത്യവിശ്വാസികൾക്ക് കിട്ടുള്ളൂ. അതാണ് ഖുർആൻ പറഞ്ഞത്, നീതി പാലിക്കുക, നല്ല രീതിയിൽ കേൾക്കുക. കേട്ടിട്ട് എവിടെയാണ് പ്രശ്നം, ആ പ്രശ്നം അവരോട് പറയുക. ഇന്നത് കൊണ്ടാണ് സംഭവിച്ചത്, ഇനി സംഭവിക്കരുത്, ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ മതി, അതിന് പരിഹാരമാകും. പക്ഷേ നമ്മൾ കുറ്റപ്പെടുത്തുന്നിടത്താണ് പ്രശ്നം, കുറ്റപ്പെടുത്തുന്നിടത്താണ് പ്രശ്നം, അംഗീകരിക്കാത്തിടത്താണ് പ്രശ്നം. ആ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ നമുക്ക് കഴിയണം. അതാണ് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നത്. അംഗീകരിക്കേണ്ടിടത്ത് അംഗീകരിക്കുകയും പറഞ്ഞു കൊടുക്കേണ്ടിടത്ത് പറഞ്ഞു കൊടുക്കുകയും ചെയ്താൽ നല്ല സമാധാനത്തോടുകൂടെ നമുക്ക് വീട്ടിൽ കഴിയാൻ പറ്റും. നമ്മുടെ ഇണയെ കാണുമ്പോ നമുക്ക് സന്തോഷമുണ്ടാകും, അവരെ കാണുമ്പോ നല്ല രീതിയിൽ സംസാരിക്കാൻ തോന്നും, നമ്മുടെ മക്കളോട് അല്പസമയം ഇരിക്കാൻ തോന്നും, നമ്മുടെ മക്കളോട് സംസാരിക്കാൻ തോന്നും, അവരുടെ പ്രശ്നങ്ങൾ അന്വേഷിക്കാൻ തോന്നും. നമ്മുടെ മക്കൾ നമ്മളോട് കാര്യങ്ങൾ അവർ പറയും, നമ്മളോടും അന്വേഷിക്കും അവർ. നമ്മുടെ പെരുമാറ്റം നല്ലതാണ് എങ്കിൽ. അതല്ല, ഒരു സിംഹത്തെ പോലെ മൃഗത്തെ പോലെ മക്കളോട് ചാടുന്നവരാണോ, മക്കൾക്കൊന്നും പറയാൻ അവസരം കൊടുക്കാത്തവരാണോ, ആ ദേശത്തോടുകൂടെയുള്ള ആ ഒരു മുഖം അവർ കാണുന്നവരാണ് എങ്കിൽ, ആ മക്കളുടെ മനസ്സിൽ പിതാവെന്ന നിലക്ക് അവർക്കുണ്ടാകുന്ന വികാരം പേടിയാണ്, ഭീതിയാണ്, പിന്നീട് അത് വെറുപ്പായിട്ട് മാറും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പിന്നീട് വളർത്തിയതിന്റെ കണക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ അങ്ങനെ വളർത്തി, ഞാൻ ഇങ്ങനെ വളർത്തി, ഞാൻ അങ്ങനെ നോക്കിയെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതിന്റെ കൂടെ കൊടുക്കേണ്ട ഒന്ന് കൊടുക്കേണ്ട രൂപത്തിൽ കൊടുത്താലേ പൂർണ്ണമായി അവരെ തിരിച്ചു കിട്ടുകയുള്ളൂ. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അപ്പൊ നമ്മളൊരു ടീച്ചറാണെന്ന ബോധം, പേരന്റ് ടീച്ചറാണെന്ന ബോധം ഉണ്ടാകണം. ആ ടീച്ചറിൽ നിന്ന് കിട്ടേണ്ടത് നമ്മുടെ മക്കൾക്ക് കിട്ടണം. അത് കിട്ടുമ്പോഴാണ് അവർ വീട്ടിലും സ്കൂളിലും ഒക്കെ നല്ല വിദ്യാർത്ഥിയാവുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൽസ്വഭാവത്തിന്റെ അടയാളങ്ങളായി ജീവിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ എടുത്തു പറഞ്ഞ മറ്റൊരു വിഷയമാണ് കരാർ പാലനം. അത് പലപ്പോഴും പല രീതിയിലും നമ്മളൊക്കെ ലംഘിക്കപ്പെടാറുണ്ട്. അങ്ങനെ ലംഘിക്കപ്പെട്ടവരാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ വലാ യുകല്ലിമുഹുമുല്ലാഹു വലാ യൻദുറു ഇലൈഹി യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ അല്ലാഹു നോക്കാത്ത, അല്ലാഹു സംസാരിക്കാത്ത ആളുകളുടെ കൂട്ടത്തിലാവും നമ്മൾ പലപ്പോഴും ഉണ്ടാവുക. അതുണ്ടാവരുത്. അനുവദനീയമായ കാര്യങ്ങളിൽ ചെയ്യുന്ന ഏതൊരു കരാറും പാലിക്കാൻ വിശ്വാസികൾ ബാധ്യസ്ഥരാണ്. ഒരു നല്ല സമൂഹം നിലനിൽക്കണമെങ്കിൽ അതിലെ വ്യക്തികൾ കരാറ് പാലിക്കുന്നവരായിരിക്കണം. അള്ളാഹുവിന്റെ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ട ആളുകൾ കരാറ് പാലകരാണ്. ഖുർആൻ പറഞ്ഞു, വല്ലദീന ഹും ലിഅമാനാതിഹിം വഅഹ്ദിഹിം റാഊൻ. തങ്ങളുടെ അമാനത്തുകളും കരാറുകളും പാലിക്കുന്നവരാണവർ. സത്യവിശ്വാസികളുടെ ഗുണങ്ങൾ ഇങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞാണ് വല്ലദീന ഹും ലിഅമാനാതിഹിം വഅഹ്ദിഹിം റാഊൻ.
തങ്ങളുടെ അമാനത്തുകളും കരാറുകളും പൂർത്തീകരിക്കുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കരാറായി അമാനത്തായി എന്തൊന്ന് നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ടോ അത് അതുപോലെ സംരക്ഷിക്കാൻ നമുക്ക് കഴിയണം. ഗൗരവമുള്ള വിഷയമാണത്, അങ്ങനെ തന്നെ എടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വിഷയത്തെ പറയുന്നുണ്ട് ഒരു ഉദാഹരണത്തോടു കൂടെ. നല്ല ഉറപ്പോടെ നൂൽ നൂറ്റ ശേഷം, അല്ലെങ്കിൽ ഒരു കയറുണ്ടാക്കിയതിനു ശേഷം അതിനെ വീണ്ടും പല ഇഴകളായി മാറ്റിയെടുക്കുന്ന, അല്ലെങ്കിൽ നൂലുകളായി വലിച്ചെടുക്കുന്നത് പോലെ അങ്ങനെ വലിച്ചെടുക്കുന്ന സ്ത്രീയോടാണ് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കരാർ ലംഘിക്കുന്നവരെ ഉപമിച്ചത് എന്നത്. കരാർ ലംഘനം നടത്തുന്നവർ ജനങ്ങളെ പ്രയാസപ്പെടുത്തുന്നതോടൊപ്പം അള്ളാഹുവിനെ പരിഹസിക്കുന്നു എന്ന ഗൗരവമായ വിഷയമുണ്ട്. അള്ളാഹുവിനെ പരിഹസിക്കുക, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് കരാർ ലംഘനത്തിലൂടെ നടക്കുന്ന എല്ലാ പ്രയാസങ്ങളും, എല്ലാ ബുദ്ധിമുട്ടുകളും മാറണമെങ്കിൽ പ്രിയമുള്ളവരെ അതത് കൃത്യമായി ജീവിതത്തിൽ പുലർത്തുക തന്നെ വേണം. കരാർ ലംഘനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അത് മതപരമായും ഭൗതികപരമായും കരാർ ലംഘനമുണ്ട്. മതപരമായി എന്ന് പറഞ്ഞാൽ അമലിന്റെ കാര്യത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചാൽ നിസ്കരിക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചാൽ സക്കാത്ത് കൊടുക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചാൽ നോമ്പെടുക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചാൽ ഹജ്ജ് ചെയ്യണം. അപ്പൊ മുസ്ലിമായാൽ നിസ്കരിക്കാതെ ഇരുന്നാൽ കരാർ ലംഘനം, സക്കാത്ത് കൊടുക്കാതിരുന്നാൽ കരാർ ലംഘനം, നോമ്പെടുക്കാതിരുന്നാൽ അള്ളാഹുമായിട്ടുള്ള കരാർ ലംഘനം. അതാണ് അള്ളാഹുവിനെ പരിഹസിക്കുക എന്ന് പറഞ്ഞാൽ. അള്ളാഹു അല്ലാതെ ഇലാഹില്ല എന്ന് അംഗീകരിച്ചാൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ വരണം. അപ്പൊ ആ പരിഹാസം പാടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയോളൂ, നമ്മുടെ ജീവിതത്തിലൊക്കെ എത്ര തവണ റബ്ബുൽ ഇസ്സത്തിനെ പരിഹസിച്ചിട്ടുണ്ട് എന്ന്. ഗൗരവമുള്ള വിഷയമാണ്. അങ്ങനെയുള്ള ആളുകളോടാണ് അള്ളാഹ് സംസാരിക്കില്ല എന്ന് പറഞ്ഞത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പിന്നെ ദുനിയാവിലെ ഉമ്മയോട്, ബാപ്പയോട്, സഹോദരങ്ങളോട്, അയൽവാസികളോട്, സാമ്പത്തികമായ മേഖലകളിൽ എല്ലായിടങ്ങളിലും കരാർ ലംഘനം ഉണ്ടാകാറുണ്ട്. അത് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക, ആലോചിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് ചെന്ന് പറഞ്ഞ് ഏറ്റുപറഞ്ഞ് പരലോകത്തെ നാം നമുക്ക് വേണ്ടി മാറ്റിയെടുക്കണം. ഒന്നും നേടാനില്ല ദുനിയാവില്. ഇന്നലെ ഒരു കുടുംബത്ത് പോയി, വയ്യാതെ കിടക്കുന്ന ഒരു വീട്ടിൽ പോയി. ആ വീട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോ ആ വീട്ടിലുള്ള ഒരു ചരിത്രം പറയാണ്. 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരു ചരിത്രം. എന്താ ചരിത്രം എന്നറിയോ? സംസാരത്തിനടക്കൊന്ന് ഇഷ്ടപ്പെടാത്തത് പറഞ്ഞതിന്റെ പേരിൽ 38 വർഷക്കാലം ഒരേ ഉമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന 2 ആളുകൾ മിണ്ടാതിരുന്നു പോയ കാലം. 3 ദിവസമല്ല, 38 വർഷം. മക്കളും മിണ്ടിയില്ല, മാതാപിതാക്കളും മിണ്ടിയില്ല. മക്കളെ തിരുത്താൻ മാതാപിതാക്കളെ തയ്യാറായില്ല. പക്ഷെ എരിവ് കൂട്ടിക്കൊടുത്തു, ശത്രുക്കളായിട്ട് മാറി. പക്ഷെ 2 പേരും മരിക്കുന്നതിന് മുമ്പ് ചില ഇടപെടലുകൾ ഉണ്ടായി. അവർ ഒന്നായി. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. മനസ്സിലാക്കണം നിങ്ങൾ, 38 വർഷം വെറുതെ ഒന്ന് സംസാരിച്ചതിന്റെ പേര്. അങ്ങനെയൊന്നും ചിന്തിക്കരുത് വിശ്വാസികളെ. അള്ളാഹ് മരണത്തിന് ശേഷമാണെങ്കിൽ എന്തു പരിഹാരം? വേറെ ആരുമല്ല, ആങ്ങളെയും പെങ്ങളുമാണ്. അവരുടെ ജീവിതം പരലോകത്ത് എന്തായി മാറും? അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് മനസ്സ് തുറക്കണേ, വിശാലമാക്കണേ, കാരുണ്യം കാണിക്കണേ, അവരടുക്കലേക്ക് ചെല്ലണേ, അവരോട് ചോദിക്കണേ, സഹായം വേണമെങ്കിൽ കൊടുക്കണേ. അത് നമ്മൾ ചെയ്യേണ്ട ബാധ്യതയാണ്, ഔദാര്യമല്ല, ബാധ്യതയാണ്. നമ്മുടെ അവകാശം അവരുടെ അവകാശമാണ്. അതവർക്ക് വകവെച്ചു കൊടുക്കണം. നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ
അല്ലെങ്കിൽ നല്ലത് പറഞ്ഞ് സമാധാനിപ്പിക്കാനെങ്കിലും നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. 3 ആളുകളെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ ഞാൻ 3 പേരുടെ എതിർകക്ഷിയായിരിക്കും. ആരായി? ഞാൻ, അല്ലാഹു. ആരാണ്? അല്ലാഹുവിന്റെ പേരിൽ കരാർ ലംഘനം നടത്തിയവർ. 1, സ്വതന്ത്രനെ വിറ്റ് പണമുണ്ടാക്കിയവൻ. 3, ഭൃത്യനെ പണിയെടുപ്പിക്കുന്നവൻ. അല്ലേ? അനീതിയോടുകൂടെ പെരുമാറുന്നവൻ. പാടില്ല പ്രിയമുള്ളവരെ, കാരുണ്യമുണ്ടാകണം. അല്ലാഹ് നമ്മളോട് കാരുണ്യവും കരുണയും ഒക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മളും എല്ലാവരോടും ആ രീതിയിൽ പെരുമാറുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇതുപോലുള്ള ഇൽമുകൾ, ഇതുപോലുള്ള അറിവുകൾ നേടാൻ തയ്യാറാകണം. അതിനുള്ള ക്ലാസ്സുകളും കാര്യങ്ങളും എവിടെയുണ്ടോ കഴിയുന്നത്ര അത്തരം സ്ഥലങ്ങളിൽ ചെന്നുകൊണ്ട് അത് നേടാൻ നമ്മൾ തയ്യാറാവുക. അല്ലാഹു അതിനെ തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഈ വരുന്ന ഞായറാഴ്ച മഗ്‌രിബിന് ശേഷം ഒരു ക്ലാസ് നടക്കുന്നുണ്ട്. പിന്നെ ആറ്റുപുറത്ത് പരൂര് പള്ളിയിൽ വെച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആ പള്ളി പരിപാടിയിൽ നിങ്ങളെല്ലാവരും പങ്കെടുക്കണം. ബഹുമാനനായ അബ്ദുൽ ജബ്ബാർ മദീനി വലിയൊരു പണ്ഡിതനാണ്. ധാരാളം ഇൽമ് നേടിയെടുക്കാനും അത് പറഞ്ഞു കൊടുക്കാനും കഴിവുള്ള നല്ല ഒരു പണ്ഡിതനാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഹറമുകളിലെല്ലാം പരിസര പ്രദേശങ്ങളിൽ ക്ലാസ് എടുക്കുകയും ആളുകളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ ക്ലാസ് ആണ് ഇൻഷാ അല്ലാഹ് 13-ാം തീയതി മഗ്‌രിബിന് ശേഷം ഞായറാഴ്ച നടക്കുന്നത് പരൂരുള്ള പള്ളിയിൽ വെച്ചുകൊണ്ട്. അതുകൊണ്ട് ആ പരിപാടിയിൽ എല്ലാവരും പങ്കെടുക്കണമെന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു അതിനെ തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങൾ വന്നുപോയി ചെറുതുവലുതുമായ പാപങ്ങൾ നീ പൊറുക്കണേ റഹ്മാനേ. അല്ലാഹുവേ, നല്ല സ്വഭാവത്തോടെ നീതിയോടെ കരാറ് പാലിച്ചുകൊണ്ട് ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ റഹ്മാനേ. അല്ലാഹുവേ, നിന്റെ കോപത്തിന് അടിമപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തല്ല റഹ്മാനേ. പരലോകത്ത് നീ സംസാരിക്കാത്ത, നീ നോക്കാത്തവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തല്ല റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങൾ ആരോടെങ്കിലും കരാർ ലംഘനം നടത്തിയിട്ടുണ്ടെങ്കിൽ അവരുമായി സംസാരിക്കാൻ തൗഫീക്ക് നൽകണം റഹ്മാനേ. ഞങ്ങളുടെ മാതാപിതാക്കളോട്, ഇണയോട്, മക്കളോട് നീതിപൂർവ്വം പെരുമാറാൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണം റഹ്മാനേ. അല്ലാഹുവേ, ഈ ജീവിതത്തിലൂടെ നിന്റെ കോപവും നിന്റെ ശാപവും വാങ്ങിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തല്ല റഹ്മാനേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين. الحمد لله رب العالمين.